ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ അടുത്തൊരു വീഡിയോ വരാണ്. അത് നമ്മൾ റെയിൽ സ്റ്റോൺ നമ്മൾ മൂവ് ചെയ്ത് അഡിലേഡിലോട്ട് പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സങ്കടവും കരച്ചിലും ഇതൊക്കെ ആയതുകൊണ്ട് അത് എടുത്തിട്ടില്ല. നമ്മൾ ഏകദേശം ബാത്ത് ടെസ്റ്റ് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു വൈകിട്ട് 6:30-7 മണിയോടുകൂടി മിൽദൂര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ ഒരു മോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ അഡിലേഡിന് പോകണേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി 7 ഡേയ്സ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ മിൽദൂര എത്തിയിരിക്കുകയാണ്. ഏകദേശം 12 മണിക്കൂർ ആയില്ലേ? 12 മണിക്കൂർ എടുത്ത് റെസ്റ്റ് ഒക്കെ എടുത്ത് മിൽദൂര നമ്മൾ ബുക്ക് ചെയ്ത മോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കിടന്നുറങ്ങി നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ നേരെ അഡിലേഡിലോട്ട് പോകാനാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളും പരിപാടികളൊക്കെ ഉണ്ട്. ഇനി നേരെ റൂമിൽ പോകാം. എങ്ങനെയുണ്ട് റൂം എന്നൊക്കെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു റൂമല്ലേ ഉള്ളൂ. അതിനകത്ത് ഒരാൾ ഇവിടെ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശപ്പ്. 12 മണിക്കൂർ കഴിഞ്ഞു വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ് അജിലിൻ്റെ അനീറ്റയുടെ മമ്മിയും കൂടി അടിപൊളി ഫ്രൈഡ് റൈസ്, ബീഫ് ഫ്രൈ, അതുപോലെ നാട്ടിൽ ഒഴിച്ചിലാക്കി തന്നെ പോലത്തെ ഇത് വേണ്ടോ സാലഡ്, നല്ല ഇഞ്ചിയുടെയും പച്ചമുളകൊക്കെ അരച്ച് ചേർത്താന്ന് എനിക്ക് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുകയാണ്. പൊന്നോടിന്ന് കഴിക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് പാടത്തിലെത്തിച്ചിട്ട് വേഗം കിടക്കും. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകാനുള്ളതാണ് അഡിലേഡിലോട്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. ഇനി നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മളിതേ അഡിലേഡിൻ്റെ ബോർഡർ കടക്കുന്നു. ഇത്രയും നേരം നമ്മൾ മെൽബണിൻ്റെ ഇതായിരുന്നു, മെൽബൺ ആയിരുന്നു ഇത്രയും നേരം. വിക്ടോറിയ ആയിരുന്നു. ഇപ്പോൾ അഡിലേഡിലോട്ട് സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് കടന്നു. നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം പണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ എടുത്ത വീഡിയോ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ അഡിലേഡ് സൗത്ത് ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ മൂവ് ചെയ്ത് പോകുന്നതാണ്. ഇനി ഏകദേശം ഒരു 2-3 മണിക്കൂറും കൂടി എടുത്ത് നമ്മുടെ വീട്ടിലെത്തും. നല്ല നല്ല കാഴ്ചകളുള്ളത് കാണിക്കാം. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഒരു അടിപൊളി ബ്രിഡ്ജിലേക്ക് കയറാണ്. നല്ല രസമാണ് ബ്രിഡ്ജ് കാണാൻ. ഒറ്റ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. നോക്കി, അന്ന് വന്നപ്പോൾ ഇവിടെ ബോട്ടുകൾ, അറ്റത്ത് ബോട്ടുകൾ. ഇത് നമ്മുടെ കൊച്ചിയിലെ മറ്റേ ഒരു പാലം ഉണ്ടല്ലോ, അതേപോലെ ഈ പാലം അത്യാവശ്യം വലിയ പുഴയാട്ടത്. ഇതാണ് മുറൈ റിവർ. ഇതാണ് നല്ല ഒഴുക്കമുണ്ടത്. ഇതിനകത്ത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഒരു സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു.
ഈ സിഗ്നലിൽ തന്നെയാണ് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അപ്പം തന്നെ ലെഫ്റ്റ്. ഞാൻ ഇവിടെ തന്നെ ലെഫ്റ്റ്. ആ കാർ കിടക്കണതിന്റെ അപ്പുറത്ത് ലെഫ്റ്റ്. ഈ കാറിന്റെ തൊട്ട് മുന്നിൽ നമ്മുടെ പോസ്റ്റ് കണ്ട നമ്മുടെ ബി ആണ്, മനസ്സിലായി? ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ബി എന്നുള്ളത് ആഡ് ചെയ്യണം. ഇതാ നേരെ കണ്ടത് നമ്മുടെ വീട്ടിൽ. ഇവിടെ ഇത് ഓക്കെ അല്ലേ? ഇതൊരു ടോയ്ലറ്റ് ഉണ്ട്. നോക്കിയേ, ഇത് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കയറ്റുമെന്നറിയില്ല. ഇതിനെ കയറുമോ? അതിനെ കയറും സെറ്റ്, ഇതിനെ കയറാൻ ലൈറ്റ് സെറ്റ് ഈ പീസ് കയറുമെന്ന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വലിച്ചു നീക്കാതെ പോകുന്നു. അത് ഷട്ടർ മാനുവലി തുറക്കണം. ഈ സാധനമില്ലേ ഇത്